ഇന്നിവിടെ ഈ പത്രസമ്മേളനം നടത്തുന്നത് ദേശീയ സേവാഭാരതി ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഒരു വിവരണമാണ്. അതെല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത്. 1982 തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച ഒരു NGO ആണ് ദേശീയ സേവാഭാരതി. തിരുവനന്തപുരത്തും ഇപ്പോൾ കേരളത്തിലും വിപുലമായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് സേവാഭാരതി. ഈ പത്രസമ്മേളനത്തിന് നമ്മോടൊപ്പം ഉള്ളത് ദേശീയ സേവാഭാരതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ D. വിജയൻ അവറുകളാണ്. കൂടാതെ നമ്മളോടൊപ്പം ഉള്ളത് ദേശീയ സേവാഭാരതിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. മനു അവറുകൾ, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ നടത്തുന്ന ജനറൽ കൺവീനർ ശ്രീ P. അയ്യപ്പൻ അവറുകൾ. എൻ്റെ പേര് C. സജിത് കുമാർ, സേവാഭാരതിയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. ദേശീയ സേവാഭാരതി ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ സേവാഭാരതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ D. വിജയൻ അവറുകൾ വിവരിക്കുന്നുണ്ടാവും. സേവാഭാരതി ആറ്റുകാൽ പൊങ്കാലയുമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ 1990 മുതലാണ് ആരംഭിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു മുടക്കവും വരാതെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്നുള്ള ധാരാളം സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു സംഘടനയാണ്. ഈ വർഷത്തെ പൊങ്കാല മുൻ വർഷങ്ങളെക്കാൾ ഭക്തജനങ്ങളുടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടും എന്ന് സേവാഭാരതി മനസ്സിലാക്കുന്നു. അപ്പോൾ സേവന പ്രവർത്തനങ്ങളുടെ അതിൻ്റെ വ്യാപ്തി, കുറച്ചുകൂടെ വ്യാപ്തി അതിൻ്റെ കൂട്ടി, അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണവും കൂട്ടി ധാരാളം കാര്യങ്ങൾ സേവാഭാരതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നാളെ അതായത് 28/2/2026 വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെ നടത്തുന്ന മഹാശുചീകരണമാണ്. അനന്തപുരി മഹാശുചീകരണ യജ്ഞത്തിൽ സേവാഭാരതി പങ്കാളിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. നമ്മുടെ നഗരത്തിൻ്റെ പ്രധാന വീഥികൾ അല്ലാതെ തന്നെ ചെറിയ ചെറിയ ഇടവഴികൾ, അതേപോലെ തന്നെ ആളുകളുടെ നടപ്പാതകളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം സേവന പ്രവർത്തനങ്ങളിലൂടെ തന്നെ അത് ശുചീകരിച്ച് ഭക്തജനങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ആ ശുചീകരണം കൊണ്ട് സേവാഭാരതി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗാന്ധി പാർക്ക് മൈതാനിയിൽ തിരുവനന്തപുരത്തിൻ്റെ ബഹുമാനപ്പെട്ട മേയർ ശ്രീ BV രാജേഷ് അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാവും. അവിടെ സംസ്ഥാന പ്രസിഡന്റ്, സേവാഭാരതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി അതിലുണ്ടാവും. അതേപോലെ തന്നെ സാന്നിധ്യത്തിൽ ദക്ഷിണ കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സേവാ പ്രമുഖമായിട്ടുള്ള ശ്രീ GV ഗിരീഷ് അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ശുചീകരണത്തിൽ 5000-ൽ പരം സന്നദ്ധ പ്രവർത്തകരാണ് നാളെ നമ്മുടെ അനന്തപുരിയിൽ ഇത്തരത്തിലുള്ള ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാകുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ 100 കേന്ദ്രങ്ങളിലും സാമൂഹിക സാംസ്കാരിക രംഗത്തെ അതിൻ്റെ പ്രമുഖരായിട്ടുള്ള ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ടാവും. രണ്ടാമത്, പൊങ്കാല ദിനത്തിൽ രാവിലെ 7:30 മുതൽ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ 54 കേന്ദ്രങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 100-ൽ പരം ഡോക്ടർമാർ, 250 നഴ്സുമാർ, കൂടാതെ 150 പാരാമെഡിക്കൽ സ്റ്റാഫ്, 1500-ൽ പരം സന്നദ്ധ പ്രവർത്തകരും ഇതിൽ പങ്കാളിയാകും. അത്യാധുനിക സൗകര്യങ്ങളോടുള്ള ICU ആംബുലൻസ് ഉൾപ്പെടെ 65-ൽ പരം ആംബുലൻസുകൾ ഈ ഓരോ മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളുമായിട്ട് സേവാഭാരതി ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് വന്നാൽ, ആ മെഡിക്കൽ ക്യാമ്പിൽ വച്ച് പരിഹരിക്കാൻ പറ്റാത്ത കേസുകളൊക്കെ വന്നാൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത് നല്ല ഒരു ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ഏർപ്പാടും സേവാഭാരതി സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ഉത്സവദിന ആരംഭം മുതൽ തന്നെ സേവാഭാരതിയുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ സജ്ജീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരപരിധിയിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതിയുടെ 15 യൂണിറ്റുകൾ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് സേവാഭാരതിക്ക് 72ഓളം യൂണിറ്റുകളുണ്ട്. യൂണിറ്റുകൾ നഗരകേന്ദ്രീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന 15 യൂണിറ്റുകളുടെ സഹകരണത്തോടു കൂടി തന്നെ അവർ പൊങ്കാല ദിവസം രാവിലെ അന്നദാനം, കുടിവെള്ള വിതരണം, അതേപോലെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സേവനങ്ങളും അവർ ചെയ്യുന്നുണ്ടാവും. നമുക്കിപ്പോൾ ഈ വർഷം ഈ പൊങ്കാല ദിനത്തിലും അതേപോലെ പൊങ്കാലയുടെ തലേ ദിവസത്തും കുടിവെള്ളമായിട്ടുള്ള ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ എന്നുവെച്ചാൽ നിങ്ങൾക്കറിയാം, പണ്ട് 3-4 വർഷത്തിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഈ പൈപ്പ് പൊട്ടിയിട്ട് പെട്ടെന്നൊരു ഷോർട്ടേജ് നമുക്ക് അനുഭവപ്പെട്ടപ്പോൾ അന്ന് സേവാഭാരതി രാത്രിയിൽ തന്നെ അതിനുള്ള ബദൽ സംവിധാനം ഒരുക്കി ഭക്തജനങ്ങൾക്ക് വേണ്ടുന്നുള്ള കുടിവെള്ളം അന്ന് എത്തിച്ച ഞങ്ങൾക്കൊരു മുൻപരിചയം ഉള്ളത് കൊണ്ട് ഈ വർഷവും ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പൊങ്കാല ദിവസം ഇതിനു വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ സേവാഭാരതി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ദിനത്തിൽ സേവാഭാരതിയുടേതായ സംവിധാനത്തിൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളും സേവാഭാരതി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് പൊങ്കാലയോടനുബന്ധിച്ചിട്ട് സേവാഭാരതി നടത്തി വരുന്ന അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള സേവന പദ്ധതി. അപ്പോൾ ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ശുചീകരണം എന്ന് പറഞ്ഞ് സേവാഭാരതി മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. സ്വച്ഛ ഗുരുവായൂർ എന്ന ഒരു കൺസെപ്റ്റിൽ 2013 നമ്മളവിടെ ഒരു വലിയ ശുചീകരണം നടത്തിയിട്ടുണ്ട്. കേരളം ഒട്ടുകിടന്ന സേവാ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളതാണ്. ആ 2013 അന്ന് നടത്തിയ ശുചീകരണത്തിന് ശേഷം ഇന്ന് വരെ ഒരു മഹാശുചീകരണം ഗുരുവായൂർ നടന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ രീതിയിൽ ഒരു ശുചീകരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ സേവാ സംഘമായിട്ട് അനുബന്ധിച്ചിട്ട് കേരളം ഒട്ടുക്കൊരു ശുചീകരണം അന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട്. 2018 ഗുരുവായൂർ വെച്ച് നടന്ന സേവാ സംഘമായിട്ട് ബന്ധപ്പെട്ടും കേരളത്തിൽ നമ്മൾ ശുചീകരണം കേരളം ഒട്ടാകെ നടത്തിയിട്ടുണ്ട്. 2023 പാലക്കാട്ട് നടന്ന സേവാ സംഗമത്തോടനുബന്ധിച്ചും കേരളത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സേവാഭാരതി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശുചീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കൺസെപ്റ്റല്ല. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആദ്യമായിട്ട് സേവാഭാരതി ആ ഒരു ശുചീകരണ യജ്ഞത്തിൽ നമ്മൾ പങ്കാളിയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സേവാ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച ദേശീയ സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡി വിജയകുമാർ അവർക്ക് ആറ്റുകാൽ പൊങ്കാല കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ആറ്റുകാൽ പൊങ്കാല കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മറ്റ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റുള്ള എല്ലാ പ്രവർത്തകർക്കും, അതുപോലെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി മനു, ജില്ലാ ജനറൽ സെക്രട്ടറി സി സജിത് കുമാർ, എല്ലാവർക്കും പൊങ്കാല മഹോത്സവത്തിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം.